Hello dear children, welcome to Kids Area Online. നാളെ ഇംഗ്ലീഷ് എക്സാം ആണ്. പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ നിങ്ങൾ? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർമ്മിച്ചാലോ എക്സാമിന് പോകുന്നതിന് മുൻപ്? റെഡിയാണോ? യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർമ്മിച്ച് വെച്ചേക്കാം. എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേമിൻ്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളിനാണ്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും വൈകിട്ട് 1 hour ലൈവ് ക്ലാസ് ഉണ്ടാകും. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ട്യൂഷൻ നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഇതിനു പുറമെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇപ്പോൾ 2 ബാച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വെക്കേഷനാണ്, ഏപ്രിൽ മെയ് വെക്കേഷനാണ്. മാർച്ചിൽ അതിനായിട്ട് അഡ്മിഷൻ എടുക്കാം. നേരത്തെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ, നിങ്ങളത് ഓർമ്മയിൽ വയ്ക്കുക. ഏത് അഡ്മിഷൻ ആയാലും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് സൗണ്ടുകളാണ്. ഐഡന്റിഫൈ അപ്രോപ്രിയേറ്റ് പേഴ്സ് ഓഫ് വേർഡ്സ് ഫ്രം ദ ടേബിൾ. ഇവിടെ ബീസ് എന്ന് പറഞ്ഞാൽ തേനീച്ച. തേനീച്ചയ്ക്ക് മൂളുന്ന സൗണ്ട് അല്ല. കൊതുക് എന്താ ചെയ്യുന്നത്? മൂളും. തേനീച്ച എന്ത് ചെയ്യും? മൂളും. ആ മൂളുന്നതിന് എന്താ പറയാന്നറിയാവോ? ബസ്ഡ്. ഇവിടെ ബീസ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത്. മൊസ്കിറ്റോ ആവാം, കൊതുകാവാം, മൂളുന്ന എന്തും ആകാം. പക്ഷെ നിങ്ങളിവിടെ എഴുതേണ്ടത് എന്താണ്? ബസ്ഡ്. ബസ്ഡ്. ഓക്കെ, മറക്കരുത്. എന്താ എഴുതുക? ബസ്ഡ്. ബസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? മൂളുക. ബസ്ഡ്. BUZZED. ബസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂളുക. BUZZED. ബസ്ഡ്, മൂളുക. തെറ്റില്ലല്ലോ. ബീസ്, മൊസ്കിറ്റോസ് ഇവയ്ക്ക് എന്താ ചെയ്യുക? മൂളുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ബേബി. ഇവിടെ ബീസ് നമ്മൾ എഴുതി, തേനീച്ചയുടെ എഴുതി. ബീസ് എന്താ ചെയ്യുന്നത്? ബസ്ഡ്, മൂളുകയാണ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് ബേബിയാണ്. കുട്ടികൾ എന്താ കണ്ടിട്ടുണ്ടോ? കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ ചിരിക്കുന്നുണ്ടോ? വാ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടിട്ടുണ്ടോ? അതിനെന്താ പറയാന്നറിയാവോ? ബേബി എന്താ പറയാന്നറിയാവോ? ഗിഗിൾഡ്. കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ ചിരിക്കത്തില്ലേ? അതിനെന്താ പറയാ? ബേബിക്ക് എന്താ പറയാ? ഗിഗിൾഡ്. ബേബി എന്താ വരിക? ഗിഗിൾഡ്. ബേബി ഗിഗിൾഡ് ആണ്. തെറ്റിക്കില്ലല്ലോ. ബേബി ഗിഗിൾഡ്. ബേബി എന്താണ്? ഗിഗിൾഡ്. ഗിഗിൾഡ്. തെറ്റിക്കില്ലല്ലോ. GIGGLED. ബേബി ഗിഗിൾഡ്. ബീസ് എന്താണ്? ബസ്ഡ്. ബേബി എന്താണ്? ഗിഗിൾഡ് ആണ്. അടുത്ത് നമുക്ക് സ്നേക്ക് എടുക്കാം. സ്നേക്ക്. സ്നേക്ക് എന്താണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? എന്ന് വരുന്ന ഒരു സൗണ്ട് അല്ലേ? സ്നേക്കിന്റെ സൗണ്ട് എപ്പോഴും എന്താണ്? നമ്മൾ എന്താണ്? ഒരു ഷാർപ്പ് സൗണ്ട് ആയിരിക്കും. നമ്മുടെ ആംഗ്രി കേറ്റ്, അതുപോലെ തന്നെ സ്നേക്ക്, ഇതെല്ലാം സൗണ്ട് ഉണ്ടാക്കുന്ന എന്ന് കണ്ടിട്ടില്ലേ? അതുപോലെ സൗണ്ട് ഉണ്ടാക്കുന്ന സൗണ്ട് ആർക്കാണുള്ളത്? സ്നേക്കിന്. അപ്പോൾ സ്നേക്ക് എന്താ നമുക്ക് എഴുതുക? സ്നേക്കിന് എന്താണ് ചെയ്യുന്നത്? സ്നേക്ക് എന്താണ്? ഹിസ്ഡ്. ഹിസ്ഡ് സൗണ്ട്, അതാണ് ഹിസ്ഡ്. ഹിസ്, HISSED. ഹിസ്ഡ്. ഓക്കെ, സ്നേക്ക് എന്താണ്? ഹിസ്ഡ്. സ്നേക്ക് ഹിസ്ഡ് ആണ്. ബേബി ഗിഗിൾഡ് ആണ്. ബീസ് എന്താണ്? ബസ്ഡ് ആണ്. തെറ്റില്ലല്ലോ. ആർക്കും തെറ്റില്ലല്ലോ. അടുത്ത് വരുന്നത്, അടുത്ത് നമുക്ക് ക്ലോക്ക് സെലക്ട് ചെയ്യാം. അടുത്ത് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ക്ലോക്ക് ആണ്. ക്ലോക്ക് എന്താ വരിക? ക്ലോക്ക് ടിക് ടിക് ടിക്. വാച്ചിലും ടിക് ടിക് ടിക്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാത്രി കേട്ടിട്ടുണ്ടോ? ക്ലോക്കിലും വാച്ചിലൊക്കെ സൗണ്ട് കേൾക്കുന്നത് കേട്ടിട്ടുണ്ടോ? ടിക് 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 ടിക്. അതെ, ക്ലോക്ക് എന്നപ്പോൾ വളരെ എളുപ്പമാണ് കണ്ടെത്താൻ. ടിക്ഡ്. ക്ലോക്കിന്റെ എന്താണ്? ടിക്ഡ്. ക്ലോക്ക് രാത്രി സൗണ്ട് ഉണ്ടാക്കുന്ന കേട്ടിട്ടുണ്ടോ? യെസ്, ടിക്. ക്ലോക്ക്, വാച്ച് ഇതിലെല്ലാം എന്താ സൗണ്ട് കേൾക്കുന്നത്? ടിക് സൗണ്ട് ആണ് കേൾക്കുന്നത്. ടിക്. ഓക്കെ, ടിക്ഡ് ആണ്. അടുത്ത് നമുക്കുള്ളത് എന്താണ്? ലീവ്സ്. ലീവ്സ് എന്ത് സൗണ്ടാണ് ഉണ്ടാക്കുന്നത്? ലീവ്സ്. ലീവ്സ് എന്ത് സൗണ്ടാണ് ഉണ്ടാക്കുക? ലീവ്സ്. ഇപ്പോൾ ഇലകൾ, ഉണങ്ങിയ ഇലകളും പേപ്പർ ഇതൊക്കെ എന്താ ചെയ്യാന്നറിയാവോ? ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കത്തില്ലേ?
ഒരു വിൻഡിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ ലീവ്സ് ഇങ്ങനെ അനങ്ങുന്ന ആ ഒരു സൗണ്ട് ഇല്ലേ, അതിന് നമ്മൾ പറയുന്നതാണ് റസിൽഡ്. റസിൽഡ്. അപ്പോൾ ലീവ്സിൽ വരുന്നത് എന്താണ്? റസിൽഡ്. ലീവ്സിൽ വരുന്നത് റസിൽഡ്. റസിൽഡ് ആണ് ആ സൗണ്ടിന് പറയുന്ന പേര്, റസിൽഡ്. റസിൽഡ്. ഓക്കെ, അപ്പോൾ തെറ്റില്ലല്ലോ. ഇനിയുള്ളത് ബെൽസ്. ബെൽസ് എന്ന് പറഞ്ഞാൽ ജിങ്കിൾഡ്. ബെൽസ് എന്താണ്? ജിങ്കിൾഡ് ആണ്. ബെൽസ്. ബെൽസ് എന്ന് പറയുന്നത് ജിങ്കിൾ സൗണ്ട് ആണ്. ബെൽ എന്തിലാ വരിക? ജിങ്കിൾ സൗണ്ട്. ഇപ്പൊ കോയിൻസ് ഒക്കെ താഴെ, കോയിൻസ് നമ്മൾ ഒരുമിച്ച് ഒത്തിരി കോയിൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കേൾക്കത്തില്ലേ? ഒത്തിരി കോയിൻസിൽ കേൾക്കില്ലേ സൗണ്ട്? അത്. പിന്നെ അതുപോലെ തന്നെ കീ, നമ്മുടെ കീ, താക്കോൽ കൂട്ടത്തിൽ സൗണ്ട് കേൾക്കത്തില്ലേ? ബെൽ സൗണ്ട് പോലെ. അതിനെന്താ പറയുക? ജിങ്കിൾഡ്. അതിനെ പറയുന്നതാണ് ജിങ്കിൾഡ്. ബെല്ലിന് എന്താ വരിക? ജിങ്കിൾഡ്. അപ്പോൾ ഈ സൗണ്ട് ഇത്രയും നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക. എക്സാമിന് ഏത് രീതിയിൽ ചോദിച്ചാലും എഴുതുക. ബീസ് ബസ്ഡ്, മൊസ്കിറ്റോ മൂളുക, അതൊക്കെ ബസ്ഡ് ആണ്. ബേബി ഗിഗിൾഡ്. സൗണ്ട് വരുന്നത് ആംഗ്രി കേറ്റ്, സ്നേക്ക്, ഇതൊക്കെ ഹിസ്ഡ്. പിന്നെ അതുപോലെ ക്ലോക്ക്, വാച്ച്, ഇതെല്ലാം എന്താ? ടിക്ഡ്. ലീവ്സ് ഇലകൾ. പിന്നെ അതുപോലെ തന്നെ പേപ്പറൊക്കെ അനങ്ങുന്ന സൗണ്ട് ഇല്ലേ? കാറ്റത്തെ പേപ്പർ അനങ്ങുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ് കാറ്റത്ത് ഇങ്ങനെ ഒന്ന് അനങ്ങുന്ന വെയിറ്റ് ഇല്ലാത്ത ഒന്ന് ഇങ്ങനെ അനങ്ങുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവത്തില്ല, അത് റസിൽഡ്. ബെൽസ്, അത് ബെല്ലാവാം, കോയിൻസ് ആവാം, കീസ് ആവാം, അതിലെല്ലാം കേൾക്കുന്ന സൗണ്ട് ജിങ്കിൾഡ് ആണ്. ജിങ്കിൾഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആരും തെറ്റിക്കില്ലല്ലോ, എഴുതുമല്ലോ. യെസ്. അടുത്തത് ഇവിടെ നോക്കിയേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം തന്നെയാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ചോദിക്കും. എന്താ ചോദിക്കുക? ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ എഴുതാം എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഡിസ്ക്രിപ്ഷൻ നമുക്ക് എഴുതാം. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് ടീച്ചർ പറഞ്ഞുതരാം. ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് പറയേണ്ടത്? ഈ ചിത്രം മനോഹരമായ ഒരു ചിത്രമാണ്. ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ പിക്ചർ. ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ പിക്ചർ. ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ പിക്ചർ. അത് ഇത്രയും പേര് എല്ലാവർക്കും എഴുതാൻ പറ്റുമല്ലോ. ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ പിക്ചർ. അടുത്ത എന്തിൻ്റെ പിക്ചർ എന്നാണ് എഴുതേണ്ടത്? ഓഫ്. എന്തിൻ്റെയാണ്? ഇതിപ്പോൾ ഒരു നേച്ചറാണ്, പ്രകൃതി രമണീയമായ ഒരു ചിത്രമാണ്. അപ്പോൾ ടീച്ചർ ഇവിടെ നേച്ചർ എന്ന് കൊടുക്കുകയാണ്. നേച്ചർ. ഇനി നിങ്ങൾ എന്തിൻ്റെ ചിത്രമാണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ, ഗ്രൗണ്ട് ആണെങ്കിൽ അങ്ങനെ ഗ്രൗണ്ട് എന്ന് എഴുതാം, പാർക്കാണെങ്കിൽ പാർക്കാണെന്ന് എഴുതാം, സൂ ആണെങ്കിൽ സൂ ആണെന്ന് എഴുതാം, ഷോപ്പിംഗ് അവിടെയൊക്കെ ആണെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നോ മാർക്കറ്റ് ഏരിയ എന്നോ അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ്, ഇവിടെ ടീച്ചർ നേച്ചറിൻ്റെ ആയതുകൊണ്ട് നേച്ചർ എന്ന് എഴുതി. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് എഴുതാൻ എല്ലാവർക്കും അറിയാലോ. ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ്, ഇതൊരു വളരെ മനോഹരമായ പിക്ചറാണ്. എന്തിൻ്റെതാണ്? അതാണ് ഇവിടെ പിക്ചർ ഓഫ്. എന്താണോ അതിൻ്റെ പേര് ഇവിടെ എഴുതുക. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് ഓക്കെ ആണോ? ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് നേച്ചർ. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് ഇത് മനോഹരമായ ചിത്രമാണ് എന്ന് എഴുതാം. രണ്ടാമത് ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അപ്പോൾ ഹിയർ, ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഹിയർ, എന്താ എഴുതേണ്ടത്? ഹിയർ വി ക്യാൻ സി, നമുക്ക് കാണാൻ കഴിയുന്നു. ഹിയർ വി ക്യാൻ സി, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്തൊക്കെയാണെന്ന് എഴുതുക? ഹിയർ, ഹിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ. വി ക്യാൻ സി, വി എന്ന് പറഞ്ഞാൽ നമുക്ക്, ക്യാൻ സി, ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, സി കാണാൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 1 2. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2 മെൻസ്, 2 ആണുങ്ങളുണ്ട്, 2 പുരുഷന്മാരുണ്ട്. 2 men, മെൻസ് അല്ല മെന്നാണേ. 2 men. ഇനി വേറെ എന്ത് കാണുന്നുണ്ട്? പശുവിനെ കാണുന്നില്ലേ? അപ്പോൾ കോമ ഇട്ടിട്ട് എഴുതാം. എ കൗ, ഒരു പശുവിനെ കാണുന്നുണ്ട്. പിന്നെ എന്താണ്? എ ഡോഗ്, ഒരു ഡോഗിനെ കാണുന്നുണ്ട്. പിന്നെ എന്ത് കാണുന്നുണ്ട്? ഒരു പാരറ്റിനെ കാണുന്നില്ലേ? എ പാരറ്റ്, ഒരു പാരറ്റിനെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് കാണുന്നത്? അതൊക്കെ എഴുതാം.
ഇനി പൂക്കൾ കാണുന്നില്ലേ, പൂക്കൾ. യെസ്, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫ്ലവേഴ്സ്. ഹിയർ വി ക്യാൻ സീ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണോ കാണുന്നത് അതൊക്കെ എഴുതുക. ഫ്ലവേഴ്സ്. വേറെ എന്ത് കാണുന്നുണ്ട്? ബട്ടർഫ്ലൈസ് കാണുന്നുണ്ട്, പൂമ്പാറ്റകളെ കാണുന്നുണ്ട്. ബട്ടർഫ്ലൈസ്, ബട്ടർഫ്ലൈസ് കാണുന്നുണ്ട്. വേറെ എന്ത് കാണുന്നു? ട്രീ കാണുന്നില്ലേ, ട്രീ കാണുന്നുണ്ട്. നിറയെ ട്രീ ആയതുകൊണ്ട് ട്രീസ്. പിന്നെ ഇവിടെ എന്തുണ്ട്? റിവർ ഉണ്ട്, റിവർ കാണുന്നുണ്ട്, റിവർ. പിന്നെ റിവറിൽ എന്ത് കാണുന്നുണ്ട്? വള്ളം കാണുന്നുണ്ട്. വള്ളം നമുക്ക് ബോട്ട് എന്ന് എഴുതാം. അപ്പോൾ ലാസ്റ്റ് ആയതുകൊണ്ട് ആൻഡ് ബോട്ട് എന്ന് എഴുതുന്നു. ആൻഡ് ബോട്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സെട്ര എന്ന് എഴുതിയാലും മതി. ഓക്കെ. അപ്പോൾ ഹിയർ, ഇവിടെ, വി ക്യാൻ സീ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്തൊക്കെയാണോ കാണാൻ കഴിയുന്നത് അതൊക്കെ അങ്ങ് എഴുതുക. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് നാച്ചർ. എന്താണോ പിക്ചർ തരുന്നത് അത് എഴുതുക. രണ്ടാമത് എന്താ എഴുതുന്നത്? ഈ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നു അതൊക്കെ അങ്ങ് എഴുതുക. ഹിയർ വി ക്യാൻ സീ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണോ നിങ്ങൾ കാണുന്നത് അതെല്ലാം എഴുതുക. ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? 2 men, cow, dog, trees, parrot, butterflies, river, flowers, boat, ഇതൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഹിയർ വി ക്യാൻ സീ, ഇവിടെ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ സെന്റൻസ്. അപ്പോൾ രണ്ടാമത്തെ സെന്റൻസ് എഴുതാൻ ഓക്കെ ആണല്ലോ? 2 സെന്റൻസ് പഠിച്ചില്ലേ ഡിസ്ക്രിപ്ഷനിലെ? ഇനി മൂന്നാമത്തെ സെന്റൻസ് നമുക്ക് എഴുതാം. മൂന്നാമത്തെ സെന്റൻസ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്. ഇവിടെ ഒരാൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എഴുതാം എ മാൻ. ഇനി ബോയ് ആണ് ഇരിക്കുന്നതെങ്കിൽ എ ബോയ്. ഇനി ഗേൾ ആണ് ഇരിക്കുന്നത് എ ഗേൾ. എ ഗേൾ, ഇയാൾ എന്ത് ചെയ്യാണ്? ഇരിക്കുകയാണല്ലേ. എ ഗേൾ ഈസ് സിറ്റിംഗ്. എ മാൻ ഈസ് സിറ്റിംഗ്. ഇവിടെ ഒരു ആണായതുകൊണ്ട് എ മാൻ ഈസ് സിറ്റിംഗ്. ഇവിടെ ഒരു ആൾ എന്ത് ചെയ്യാണ്? ഇരിക്കുകയാണ്. എവിടെയാ ഇരിക്കുന്നേ? റിവറിന്റെ അടുത്ത്. റിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിവർ, നദി. റിവറിന്റെ ഈ കരയെ നമ്മൾ എന്ത് പറയും? ബാങ്ക് എന്ന് പറയും. എന്ത് പറയും? ബാങ്ക്. ഈ കര, നദിക്കര എന്താ നമ്മൾ പറയാ? ബാങ്ക്, നദിയുടെ കര. അപ്പോൾ എ മാൻ ഈസ് സിറ്റിംഗ്. എവിടെയാ ഇരിക്കുന്നത്? എ മാൻ ഈസ് സിറ്റിംഗ് ഓൺ ദ ബാങ്ക്. കരയിലിരിക്കുകയാണ്. എന്തിന്റെ കരയിലാ? ഓഫ് ദ റിവർ. റിവറിന്റെ കരയിലായിരിക്കുന്നേ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ തരുന്നതിൽ എന്താ? ഊഞ്ഞാലിരിക്കുകയാണെങ്കിൽ എന്താ? സ്വിങ്, സിറ്റിംഗ് ഓൺ ദ സ്വിങ്. മരത്തിൽ, ഒരു കിളി മരത്തിൽ ഇരിക്കുകയാണെങ്കിൽ എ ബേർഡ് അല്ലെങ്കിൽ എ പാരറ്റ് ഈസ് സിറ്റിംഗ് ഓൺ ദ ട്രീ. എവിടെയാണോ ഇരിക്കുന്നത് അത് എഴുതുക. ഓക്കെ. ഇവിടെ ഒരു ആണെന്ത് ചെയ്യുന്നു? എവിടെ ഇരിക്കുന്നു? റിവറിന്റെ കരയിൽ ഇരിക്കുന്നു. ഊഞ്ഞാലിരിക്കുകയാണെങ്കിൽ എ ബോയ് ഈസ് സിറ്റിംഗ് ഓൺ ദ സ്വിങ്. മരത്തിൽ ഇരിക്കുന്നതാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എ പാരറ്റ് ഈസ് സിറ്റിംഗ് ഓൺ ദ, എവിടെയായിരിക്കുന്നേ? ട്രീ. ഇനി ഫ്രോഗ് സ്റ്റോണിന്റെ പുറത്തിരിക്കണമെങ്കിൽ എന്ത് വേണം? എ ഫ്രോഗ് ഈസ് സിറ്റിംഗ് ഓൺ ദ റോക്ക്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ആരാണോ ഇരിക്കുന്നത്? എ മാൻ ഈസ് സിറ്റിംഗ് ഓൺ ദ, എവിടെയാണോ ഇരിക്കുന്നത് അത് പറയുക. ഇവിടെ എ മാൻ ഈസ് സിറ്റിംഗ് ഓൺ ദ ബാങ്ക് ഓഫ് ദ റിവർ. ആയിട്ട് എന്ത് ചെയ്യാണ്? മീൻ പിടിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആൻഡ് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്? ക്യാച്ചിങ് ഫിഷ്. മീൻ പിടിക്കുന്നു. ക്യാച്ചിങ്, പിടിക്കുന്നു. എന്താ പിടിക്കുന്നേ? ഫിഷ്. ക്യാച്ചിങ് ഫിഷ്. ആൻഡ് ക്യാച്ചിങ് ഫിഷ്. ഒരു ആള് നദിക്കരയിൽ നിന്ന് മീൻ പിടിക്കുന്നു. ഇനി അപ്പോൾ ഇതുപോലെ അവിടെ കാണുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുന്നു. അപ്പോൾ ഇരിക്കുന്ന ആളുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇരിക്കുക എന്ന് എഴുതിയെന്ന് മനസ്സിലായല്ലോ? ഇനി അടുത്ത നാലാമത്തെ സെന്റൻസിലോട്ട് പോവുകയാണേ. നാലാമത്തെ സെന്റൻസ്. ഇവിടെ വെള്ളം കുടിക്കുന്നുണ്ട്. ആരാ വെള്ളം കുടിക്കുന്നേ? ആരാ? കൗ. അപ്പോൾ എന്തെഴുതാം? എ കൗ ഈസ്, അവർ ആരെങ്കിലും എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് എഴുതാം. അടുത്ത് ഓരോരുത്തരും എന്ത് ചെയ്യുന്നു അതാണ് എഴുതേണ്ടത്. എ കൗ ഈസ് എന്ത് ചെയ്യുന്നു? ഡ്രിങ്കിങ്. എ കൗ ഈസ് ഡ്രിങ്കിങ്. എന്താ കുടിക്കുന്നേ? വെള്ളം. ഡ്രിങ്കിങ് വാട്ടർ. എ കൗ ഈസ് ഡ്രിങ്കിങ് വാട്ടർ. എവിടെ നിന്നാ? ഈ നദിയിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു? ഫ്രം. എവിടെ നിന്ന് കുടിക്കുന്നു? അതിനാണ് ഫ്രം ദ റിവർ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സെന്റൻസ് ആയിട്ട് എഴുതി, ഇരിക്കുന്നതിനെ കുറിച്ച് എഴുതി. അടുത്ത് ഇവിടെ ഒരു കൗ വെള്ളം കുടിക്കുകയാണ്, അവിടെ നമ്മൾ അത് എഴുതി. എ കൗ ഈസ് ഡ്രിങ്കിങ് വാട്ടർ. എ കൗ ഈസ് ഡ്രിങ്കിങ് വാട്ടർ. റിവറിൽ നിന്ന് കുടിക്കുന്നുണ്ട്, ഫ്രം ദ റിവർ. ഓക്കെ. ഇനി അഞ്ചാമത്തെ സെന്റൻസ്. അഞ്ചാമത്തെ സെന്റൻസ് ഇവിടെ നോക്കിയേ. എ ഡോഗ് എന്ത് ചെയ്യാണ്? ഓടുക
ഓടുകയാണ്. നമുക്ക് എങ്ങനെ എഴുതാം? ഓടുക എന്ന് പറഞ്ഞാൽ റൺ. നമുക്ക് ഇപ്പോൾ ഓടുന്നു, അപ്പൊ എങ്ങനെ? റണ്ണിങ് എന്ന് എഴുതണം. എ ഡോഗ് ഈസ് റണ്ണിങ്. എ ഡോഗ് ഈസ് റണ്ണിങ് എഴുതാൻ പറ്റുമല്ലോ. എ ഡോഗ് ഈസ് റണ്ണിങ്. ഇവിടെ എഴുതി എ കൗ ഈസ് ഡ്രിങ്കിങ്. എ മാൻ ഈസ് സിറ്റിംഗ്. ING അവസാനം ING കൂടെ ചേർക്കും. കണ്ടല്ലോ. എ മാൻ ഈസ് സിറ്റിംഗ് ഇരിക്കുന്നു. എ കൗ ഈസ് ഡ്രിങ്കിങ് കുടിക്കുന്നു. എ ഡോഗ് ഈസ് റണ്ണിങ് ഡോഗ് എന്ത് ചെയ്യുന്നു? ഓടുന്നു. ഇനി എന്താണ്? ഇവിടെ ഒരു പാരറ്റ് ഇരിക്കുകയാണ് അല്ലേ? എവിടെയാ ഇരിക്കുന്നേ? സിറ്റിംഗ്. എവിടെയായിരിക്കും? പാരറ്റ് ഈസ് സിറ്റിംഗ്. എവിടെയായിരിക്കുന്നേ? ഇൻസൈഡ് എ ഹോൾ ഓഫ് ദ ട്രീ. മരത്തിന്റെ ഹോളിൽ, മരത്തിന്റെ പൊത്തിനുള്ളിൽ പാരറ്റ് ഇരിക്കുന്നു. അത് നമുക്ക് എങ്ങനെ എഴുതാം? എ പാരറ്റ് ഈസ് സിറ്റിംഗ്. എ പാരറ്റ് ഈസ് സിറ്റിംഗ്. തത്ത ഇരിക്കുന്നു. എവിടെയാണ്? ഇൻസൈഡ്, അകത്ത്. എന്തിൻ്റെ അകത്താ? ഇൻസൈഡ് എ ഹോൾ, ഒരു പൊത്തിനകത്തിരിക്കുന്നു. എന്തിലുള്ള പൊത്തിനകത്താ? ഓഫ് ദ ട്രീ, മരത്തിലുള്ള ഒരു പൊത്തിനകത്ത് തത്തയിരിക്കുന്നു. എഴുതിക്കൂടെ? അപ്പൊ ഇവിടെ എന്തൊക്കെയാണോ കാണുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഇനി there are many trees. ഇവിടെ നിറയെ ട്രീസ് ഉണ്ടല്ലേ? അതുപോലെ പ്ലാന്റ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം. അതുപോലെ തന്നെ വേറെ എന്താ ഉള്ളത്? ഒരാൾ ബോട്ട് തുഴയുമല്ലേ? എ മാൻ ഈസ് റോയിങ്. തുഴയുന്നതിന് റോ എന്നാണ് പറയുന്നത് കേട്ടോ. റോ 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 യു ബോട്ട് പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ എ മാൻ ഈസ് റോയിങ്. റോയിങ് എന്ന് പറഞ്ഞാൽ റോ എന്ന് പറഞ്ഞാൽ തുഴയുക. റോയിങ് തുഴയുന്നു. എന്താ തുഴയുന്നേ? എ ബോട്ട്. എ മാൻ ഈസ് റോയിങ് എ ബോട്ട്. കുറേ സെന്റൻസ് ആയില്ലേ? ഇനി ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതണം? ദിസ് പിക്ചർ ഷോസ് ദ ബ്യൂട്ടി ഓഫ് ദ നാച്ചർ. ദിസ് പിക്ചർ, ലാസ്റ്റ് നമുക്ക് ഈ പിക്ചർ എന്താണ് കാണിക്കുന്നത്? ഇതിൽ എന്താണ് നമുക്ക് പറഞ്ഞു? ദിസ് പിക്ചർ ഷോസ് കാണിക്കുന്നു. ദിസ് പിക്ചർ ഷോസ് ദ ബ്യൂട്ടി. എന്തിൻ്റെ ബ്യൂട്ടിയാ? നാച്ചർ. നാച്ചറിൻ്റെ ബ്യൂട്ടി കാണിക്കുന്നു. ഓഫ് ദ നാച്ചർ. കുറേ സെന്റൻസ് എഴുതാൻ മനസ്സിലായോ? എഴുതാൻ മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് എഴുതാം. ഇവിടെ നോക്കിയേ, പൂമ്പാറ്റകൾ തേൻ കുടിക്കുന്നു. എഴുതിക്കൂടെ? എഴുതാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ വരിക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ആരും തെറ്റിക്കരുത്. ഡിസ്ക്രിപ്ഷൻ വന്നാൽ കുറച്ചെങ്കിലും സെന്റൻസ് നിങ്ങൾക്ക് എഴുതാൻ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ചോദിക്കാം, സ്പീക്കർ ആരാണ്? ഇതിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ? ഈ നിങ്ങൾ പഠിച്ചതിൽ അതിൽ സ്പീക്കർ ആരാണെന്ന് ചോദിക്കും. സ്പീക്കർ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഓരോ ക്യാരക്ടറും അവർ പറയുന്ന കാര്യങ്ങൾ നല്ലതുപോലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പോകണം. എന്നാൽ മാത്രമേ സ്പീക്കർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ സ്പീക്കർ എന്നെ ചോദിക്കത്തില്ല, വേറെ സ്പീക്കർ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3-4 യൂണിറ്റിലുള്ള ആരൊക്കെ എന്തൊക്കെ ഡയലോഗുകളാണോ പറയുന്നത് ആ ഡയലോഗുകളെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ വേണം. എന്നാൽ മാത്രമേ സ്പീക്കറിനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇവിടെ നോക്കിയേ, പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ഏത് കഥാപാത്രമാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുള്ള കഥയിലെ ഏത് കഥാപാത്രമാണ്? പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. റോക്കി. ആരാണ് പറയുന്നത്? റോക്കി. അപ്പോൾ ഇതുപോലെ റോക്കി പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ വേറെ സെന്റൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പം എങ്ങനെയായാലും സ്പീക്കർ എന്ന് പറഞ്ഞാൽ മനസ്സിലായാലോ ആരാണ് ഇതുപോലെ സംസാരിച്ചത്, ആരാണ് ഇങ്ങനെ പറഞ്ഞത്, അതാണ് സ്പീക്കർ. ആ പറഞ്ഞ വ്യക്തിയുടെ പേരെഴുതുക. ഐഡന്റിഫൈ ദ സ്പീക്കർ എന്ന ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ സ്പീക്കർ എന്ന ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താ ഓർമ്മ വരേണ്ടത്? ആരാണ് അങ്ങനെ പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ എന്ന് പറഞ്ഞത് ആരാ? റോക്കി. അപ്പൊ റോക്കിയുടെ പേരൂടെ എഴുതി. അടുത്ത്, ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. എന്നെ വിടൂ, ആ സ്ക്വിറലിനെ പിടിക്കൂ എന്ന് പറഞ്ഞത് ആരാ? അതാരാ പറഞ്ഞേ? ക്യാറ്റ്. ക്യാറ്റല്ലേ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞ സ്പീക്കർ ആരാ? അത് പറഞ്ഞതാരാ? ക്യാറ്റ്. അപ്പോൾ ക്യാറ്റാണ് ആ സ്പീക്കർ. ഓക്കെ. ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ സ്പീക്കർ ആരാ? അതാരാ? അത് ഏത് കഥാപാത്രമാ? അതാരാണ്? ഏത് ക്യാരക്ടറാണ്? ക്രോ. ആരായിരുന്നു? ക്രോ. ഇതുപോലെ സ്പീക്കർ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള, നിങ്ങളുടെ സ്റ്റോറിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്പീക്കേഴ്സ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളവർ അതാരാണെന്ന് ചോദിക്കും. അപ്പോൾ ഇതുപോലെ സ്പീക്കർ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തെറ്റാതെ തന്നെ നിങ്ങൾ എഴുതണം. ഇനി
റിഡിൽ എഴുതാനുണ്ടാവും. ഐ ഹാവ് ലോങ് ഫെതേഴ്സ്, എനിക്ക് നീളമുള്ള ഫെതേഴ്സ് ഉണ്ട്, ലോങ് ഫെതേഴ്സ്. ഐ ഡാൻസ് ഇൻ ദ റെയിൻ, ഞാൻ മഴയത്ത് ഡാൻസ് ചെയ്യും. ഐ ആം വെരി ബ്യൂട്ടിഫുൾ, എന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഹൂ ആം ഐ, റിഡിൽ എഴുതുമ്പോൾ ലാസ്റ്റ് ഈ സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്താലേ അത് പൂർണ്ണമാവുള്ളൂ. ഒരു 3 സെന്റൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. ഇപ്പോൾ ഡോഗ് ആണെങ്കിൽ ഡോഗിനെ കുറിച്ച് 3 സെന്റൻസ്. അതുപോലെ തന്നെ ഐ ബാർക്ക്, ഞാൻ കുരയ്ക്കും, എഴുതിക്കൂടെ, ഐ ബാർക്ക്. പിന്നെ ഐ ഗാർഡ് യുവർ ഹോം, ഞാൻ നിങ്ങളുടെ വീട് കാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 സെന്റൻസ് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, എഴുതിയ ശേഷം എന്ത് ചെയ്യണം, ലാസ്റ്റ് നിങ്ങൾ ചേർക്കേണ്ടതാണ് ഹൂ ആം ഐ. ഹൂ ആം ഐ. ഇവിടെ നോക്കിയ മരം കൊത്തി എന്താ പറയുന്നത്, മൈ ബീക്ക്, എൻ്റെ ചുണ്ട്, ബീക്ക് ചുണ്ടാണ്, ഈ സ്ട്രോങ്, എൻ്റെ ചുണ്ട് നല്ല സ്ട്രോങ് ആ. ഐ പെക്ക് ഓൺ ട്രീസ്, ഞാൻ മരത്തിൽ കൊത്തും, മരത്തിൽ ഹോൾ ഉണ്ടാക്കും അല്ലേ. ഐ ഹാവ് എ ഫെദർ ക്രൗൺ, എനിക്ക് കണ്ടോ ഫെദർ ക്രൗൺ ഉണ്ട്, തൊപ്പിയുണ്ട്, കിരീടം പോലെ, അങ്ങനെ ഫെദർ ക്രൗൺ, തൂവല് കൊണ്ട്. ഹൂ ആം ഐ, ഞാൻ ആരാണ്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് 3 സെന്റൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് തരുന്നത് അതിനെക്കുറിച്ച് ഉണ്ടാക്കണം. ലാസ്റ്റ് എന്ത് ചോദിക്കണം, ഹൂ ആം ഐ. എന്നാൽ മാത്രമേ റിഡിലാവുള്ളൂ. കടങ്കഥ ആവത്തുള്ളൂ. കടങ്കഥ ചോദിക്കത്തില്ലേ, അതുപോലെ തന്നെയാണ്. ഇവിടെ ഡോഗ് ആണെങ്കിൽ എന്തെഴുതാം, ഐ ബാർക്ക്. ഐ ബാർക്ക്, ഞാൻ കുരയ്ക്കും. അത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്നുള്ളത്. ഐ ഗാഡ്, GUARD ആണേ, ഗാഡ്, GUARD, ഗാഡ് യുവർ ഹൗസ്, നിങ്ങളുടെ വീട് ഞാൻ കാക്കും. ഐ ഗാഡ് ഹൗസ് എന്ന് എഴുതിയാലും ശരിയാണ്. ഓക്കെ, ഞാൻ വീട് കാക്കും. ഐ ബാർക്ക്, ഞാൻ കുരയ്ക്കും. ഐ ഗാഡ് ഹൗസ്. പിന്നെ എന്താണ്, മൈ ലിറ്റിൽ വൺ അല്ലെങ്കിൽ മൈ യങ്ങർ വൺ, എന്തോ വേണം എഴുതാം. മൈ ലിറ്റിൽ വൺ ഈസ് കോൾഡ് പപ്പി. ഈസ് കോൾഡ് പപ്പി. മൈ ലിറ്റിൽ വൺ ഈസ് കോൾഡ് പപ്പി. ഹൂ ആം ഐ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൂ ആം ഐ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു റിഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുമല്ലോ, തെറ്റാതെ എഴുതുമല്ലോ. ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റുന്ന മറ്റൊരു റിഡിലാണ് എലിഫന്റിനെ കുറിച്ച് എഴുതാൻ പറ്റും. എലിഫന്റിനെ കുറിച്ച് നമുക്ക് എന്ത് എഴുതാം, ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ്. ഐ ആം ദ ബിഗ്ഗസ്റ്റ്, ഞാൻ കരയിലെ ഏറ്റവും വലിയ മൃഗമാണ്. ഐ ആം ദ ബിഗ്ഗസ്റ്റ് അനിമൽ, ഏറ്റവും വലിയതായതുകൊണ്ടാണ് ബിഗ്ഗസ്റ്റ്. ബിഗ്ഗസ്റ്റ് അനിമൽ ഓൺ ദ ലാൻഡ്, ഞാൻ കരയിലെ ഏറ്റവും വലിയ മൃഗമാണ്. ഇനി എന്തുണ്ട്, ആർക്കും ഇല്ലാത്ത ട്രങ്ക്, തുമ്പിക്കൈയില്ലേ, ആനയ്ക്ക് തുമ്പിക്കൈയില്ലേ. യെസ്, അപ്പോൾ ഐ ഹാവ്, എനിക്കുണ്ട് എന്താ, എ ട്രങ്ക്, എനിക്കൊരു തുമ്പിക്കൈ ഉണ്ട്. ഐ ഹാവ് എ ട്രങ്ക്, എനിക്കൊരു തുമ്പിക്കൈ ഉണ്ട് എന്നെഴുതാം. ഇനി നമുക്ക് എന്തെഴുതാം, നമുക്ക് കൊമ്പുള്ളത് എഴുതിക്കൂടെ, 2 കൊമ്പുള്ളത് എഴുതിക്കൂടെ, വാലുള്ളത് എഴുതാം, 4 കാലുള്ളത് എഴുതാം, 2 ചെവി, വലിയ ചെവിയുള്ളത് എഴുതാം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. ഐ ആം ബ്ലാക്ക്, ഞാൻ കറുത്ത നിറമാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഐ ആം ബ്ലാക്ക്, ഞാൻ കറുപ്പാണ്. ഹൂ ആം ഐ. ഹൂ ആം ഐ, ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പോൾ റിഡിൽ എഴുതാൻ മനസ്സിലായല്ലോ. കടങ്കഥ, ആ തന്നിരിക്കുന്ന ചിത്രത്തെക്കുറിച്ച് 2-3 സെന്റൻസ് എഴുതുക, ലാസ്റ്റ് ഹൂ ആം ഐ എന്ന് എഴുതുക. ഇവിടെ യങ് വൺസ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോവുക. കൗവിൻ്റെ യങ് വൺസിനെ പറയുന്നത് കാഫ് എന്നാണ്. കൗവിൻ്റെ യങ് വൺസിന് എന്താ പറയുക, കാഫ്. കൗവിൻ്റെ യങ് വൺസ് എന്താണ്, കാഫ്. CALF ആണ്, CALF, കാഫ്. CALF, കാഫ്. പപ്പി എന്ന് പറയുന്ന ആരുടെ യങ് വൺ ആണ്, ഡോഗ്. പപ്പി ആരുടെ യങ് വൺ ആണ്, ഡോഗ്. പപ്പി ആരുടെ യങ് വൺ ആണ്, ഡോഗിന്റെ യങ് വൺ ആണ്. പപ്പി ഡോഗിന്റെ യങ് വൺ ആണ്, പപ്പി. അപ്പൊ ഇവിടെ ഡോഗിന്റെ യങ് വൺ ആണ് പപ്പി. ഡോഗിന്റെ യങ് വൺ ആണ് പപ്പി. ഡോഗിന്റെ യങ് വൺ ആരാണ്, പപ്പി. ഓർമ്മയിരിക്കല്ലോ. കൗവിൻ്റെത് എന്താണ്, കാഫ്. കൗ, കാഫ്. CALF, കാഫ്. ഇനി ഡോഗ്. ഡോഗിൻ്റെത് ആരാ, DOG, ഡോഗ്. PUPPY, പപ്പി. ഡോഗ്, പപ്പി.
അടുത്തുള്ളതാണ് കാറ്റ്. കാറ്റിൻ്റെതാരാ? കിറ്റൺ. കാറ്റ് എന്ന് പറഞ്ഞാൽ കിറ്റൺ. KITTEN കിറ്റൺ. KITTEN കിറ്റൺ. KITTEN കിറ്റൺ. കാറ്റിൻ്റെതാരാണ്? കിറ്റൺ. കാറ്റിൻ്റെ യങ് വൺ കിറ്റൺ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിറ്റൺ തന്നിട്ട് ചോദിക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതാം, കാറ്റ് എന്ന് എഴുതാം. തെറ്റിക്കില്ലല്ലോ. കിറ്റൺ തന്നിട്ട് അനിമലിന്റെ പേര് എഴുതാൻ ചോദിച്ചാൽ കാറ്റാണ്. ഓക്കെ. ഇനി കിഡ് ആരുടേതാണ്? കിഡ് ആരുടേതാ? കിഡ് ഗോട്ടിൻ്റെയാണ്. കിഡ് ആരുടെയാണ്? ഗോട്ടിൻ്റെയാണ്. കിഡ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ കിഡ്സ് ഏരിയ പോലെ കിഡ് ഓർമ്മിക്കണേ. കിഡ് ഗോട്ടിൻ്റെതാണ്. കിഡ് ഗോട്ടിൻ്റെത് എന്താണ്? കിഡ്. ഗോട്ടിൻ്റെതാണ് കിഡ്. ഗോട്ടിൻ്റെ കുട്ടി ആരാ? കിഡാണ്. ഗോട്ടിൻ്റെ കുട്ടി കിഡാണ്. ഇനി ചിക്ക്, കോഴിയുടേതായാലും അതുപോലെ പക്ഷികളുടേതായാലും ചിക്ക് എന്നാണ് പറയുക. ബേർഡ്, ബേർഡിന്റെ കുഞ്ഞിന് എന്താ പറയാ? ചിക്ക്. ബേർഡിന്റെ കുഞ്ഞിന് എന്താ പറയാ? ചിക്ക്. BIRD. ബേർഡിന്റെ കുഞ്ഞെന്താണ്? ചിക്ക്. ഇനി ഔലറ്റ് എന്ന് പറയുന്നു. ഔലറ്റ്. ഔളിൻ്റെത് ET കൂടെ ചേർത്താൽ മതി. ഔൾ ET കൂടെ ചേർത്താൽ ഔലറ്റ്. 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 ഡക്ലിംഗ്. പിഗ്ലെറ്റ്. ഓക്കെ. ഇനി നമ്മുടെ ആനയ്ക്ക് എന്താ പറയാ? കാഫ് തന്നെയാണ് കേട്ടോ. ആനയുടെ കുട്ടി എന്താ പറയാ? കാഫ് എന്നാ പറയാ. ടൈഗർ, ലയൺ, ബെയർ ഇതിനൊക്കെ കബ് എന്നാണ് പറയാ. ടൈഗർ ആണെങ്കിലും ലയൺ ആണെങ്കിലും ബെയർ ആണെങ്കിലും എല്ലാം എന്താ പറയാ? കബ്. CUB കബ്. ഓക്കെ. അപ്പൊ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. നമ്മുടെ എലിഫന്റ്, ക്യാമൽ, കൗ ഇതെല്ലാം കാഫാണ്. CALF കാഫ്. ഓക്കെ. കാഫ്. ടൈഗർ, ലയൺ, ബെയർ കബ്. എലിഫന്റ്, ക്യാമൽ, കൗ, കാഫ്. ഇവിടെ ബേർഡ്സ് ഏത് ബേർഡ്സ് ചോദിച്ചാലും, പിന്നെ അതുപോലെ തന്നെ ഹെൻ ചിക്കാണ്. ബേർഡ്സ് ചോദിച്ചാലും ഹെൻ ചോദിച്ചാലും ചിക്കാണ്. ഔലറ്റ് ആണ്. ഡക്ലിംഗ് ആണ്. പിഗ്ലെറ്റ് ആണ്. ഔലറ്റ്, പിഗ്ലെറ്റ്. ഓക്കെ. ഒരു ഐഡിയ കിട്ടിയല്ലോ. യങ്ങർ വൺ ഓർമ്മയിരിക്കുമല്ലോ. യങ് വൺ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രിപ്പോസിഷൻ. ഓൺ, അണ്ടർ, ഇൻ, ഓൺ. ഇതിൻ്റെ അർത്ഥം ടീച്ചർ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിരിക്കും. ഓണിൽ തന്നെ തുടങ്ങാം. ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതാണ് ഓൺ. ഒന്നിൻ്റെ പുറത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓൺ. ഇപ്പോൾ ടേബിളിൻ്റെ പുറത്തിരിക്കുക. ടേബിളിൻ്റെ പുറത്ത് ഒരു പേന വച്ചിരിക്കുന്നു. ടേബിളിൻ്റെ പുറത്തൊരു ബോൾ വെച്ചിരിക്കുന്നു. ടേബിളിൻ്റെ പുറത്തൊരു ബുക്ക് വെച്ചിരിക്കുന്നു. മരത്തിൻ്റെ കൊമ്പിൻ്റെ മുകളിൽ ഒരു കിളി ഇരിക്കുന്നു. ഒരു കുരങ്ങൻ ഇരിക്കുന്നു. അതുപോലെ ചെയറിൻ്റെ മുകളിൽ ആരിയ്ക്കുന്നു? ചെയറിൻ്റെ മുകളിൽ ഒരു കുട്ടി ഇരിക്കുന്നു. ഒന്നിൻ്റെ പുറത്തിരിക്കുന്നതിനാണ് എന്ത് പറയാ? ഓൺ എന്ന് പറയാ. ഒന്നിൻ്റെ പുറത്തിരിക്കുകയാണെങ്കിൽ എന്ത് പറയും? ഓൺ എന്ന് പറയും. ഇനി എന്തിൻ്റെങ്കിലും അകത്ത്, ഇപ്പൊ അകത്തിരിക്കുവാണെങ്കിൽ എന്ത് പറയും? ഇന്നെന്ന് പറയും. അകത്തിരിക്കുവാണെങ്കിൽ ഇന്നെന്ന് പറയും. ഇനി അടിയിലാണെങ്കിൽ അണ്ടർ എന്ന് പറയും. അടിയിൽ ഇപ്പോൾ ടേബിളിൻ്റെ അടിയിൽ ബോൾ ഉണ്ട്. ടേബിളിൻ്റെ അടിയിൽ ഒരു ബോൾ ഉണ്ട്. അടിയിൽ. ഓക്കെ. ഓവർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും മുകളിൽ. ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാറ്റിൻ്റെയും മുകളിൽ. എല്ലാറ്റിൻ്റെയും. ഒരിടത്ത് ഇരിക്കണമെന്നില്ല, ഒന്നിൻ്റെ പുറത്തിരിക്കണമെന്നില്ല. എല്ലാത്തിൻ്റെയും മുകളിൽ എന്താണോ, ഇപ്പോൾ ഒരു ഇത്രയുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ. ഓക്കെ. മുകളിൽ. ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാറ്റിൻ്റെയും മുകളിൽ എന്നാണ്. എല്ലാറ്റിൻ്റെയും മുകളിൽ. ഓവർ ഏറ്റവും മുകളിൽ, എല്ലാറ്റിൻ്റെയും മുകളിൽ. അപ്പോൾ നമുക്കിനി നോക്കാം. ഇനി നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റുമായിരിക്കുമല്ലോ. കണ്ടെത്താം. റെഡിയാണോ? യെസ്. ഇവിടെ പറയുന്നത് ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. മഞ്ച്കിൻസിൻ്റെ നാട് വളരെ ഭംഗിയാണ്. എ കൈറ്റ് ഈസ് ഫ്ലൈയിങ്. ഒരു പട്ടം പറക്കുന്നു.
ഡാഷ് ദ ട്രീ. മരത്തിൻ്റെ എവിടെ കൂടെയാ ട്രീ പറക്കുന്നത്? മരത്തിൻ്റെ അടിയിലാണോ, മരത്തിൻ്റെ അകത്താണോ, മരത്തിൻ്റെ പുറത്താണോ, മരത്തിൻ്റെ മുകളിലാണോ? മുകളിൽ. അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലാണെങ്കിൽ എന്താ ടീച്ചർ എഴുതാൻ പറഞ്ഞത്? ഓവർ. ഓവർ എന്താ എഴുതുക? ഓവർ. ഫ്ലൈയിങ് ഓവർ. ഇത് ഓർമ്മിച്ച് വെച്ചിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിൻ്റെയും മുകളിൽ കൂടെ ആണെങ്കിൽ എന്താ നമ്മൾ എഴുതുക? ഓവർ. അപ്പോൾ നിങ്ങൾക്ക് ഇതേ സെൻറ്റൻസ് ആയിരിക്കില്ല, വേറെ സെൻറ്റൻസ് ആയിരിക്കും. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക. ഓവർ എന്ന് പറഞ്ഞാൽ മുകളിൽ, എല്ലാറ്റിൻ്റെയും മുകളിൽ കൂടെയാണെങ്കിൽ എന്ത് പറയണം? ഓവർ. എ ലിറ്റിൽ മഞ്ച്കിൻ ഈസ് പ്ലേയിങ് ഡാഷ് ദ ട്രീ. മഞ്ച്കിൻ എവിടെയാണ് കളിക്കുന്നത്? ട്രീയുടെ എവിടെയാണ്? അടിയിലാണ് കേട്ടോ. ട്രീയുടെ അടിയിലാണ് കളിക്കുന്നത്. അണ്ടർ ദ ട്രീ. മരത്തിൻ്റെ അടിയിലാണ് ആര് കളിക്കുന്നത്? മഞ്ച്കിൻ കളിക്കുന്നത്. എ ബേർഡ് ഈസ് സിറ്റിംഗ്. ബേർഡ് സിറ്റ് ചെയ്യുന്നത് ബ്രാഞ്ചിൻ്റെ മുകളിൽ, അപ്പോൾ ഓൺ ആണ്, ഒന്നിൻ്റെ പുറത്തിരിക്കുകയാണ്. എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ച്. നമ്മൾ നേരത്തെ പഠിച്ചു എ മാൻ ഈസ് സിറ്റിംഗ് ഓൺ ദ ബാങ്ക് ഓഫ് ദ റിവർ. പിന്നെ ഓൺ ദ ട്രീ എന്നൊക്കെ പഠിച്ചില്ലേ? അത് തന്നെയാണ്. 2 ലിറ്റിൽ ബേർഡ്സ് ആർ. 2 ലിറ്റിൽ ബേർഡ്സ് എവിടെയാ? നെസ്റ്റിൻ്റെ അകത്തിരിക്കുകയാണ്. അപ്പോൾ എന്താ? ഇൻ. ഓർമ്മ കിട്ടിയോ? എല്ലാറ്റിൻ്റെയും മുകളിൽ കൂടിയാണെങ്കിൽ ഓവർ. ഇനി അടിയിലാണെങ്കിൽ അണ്ടർ. ഒന്നിൻ്റെ പുറത്ത് ഇരിക്കുവാണെങ്കിൽ ഓൺ. എന്തിൻ്റെ ഉള്ളിലിരിക്കുവാണെങ്കിൽ ഇൻ. ഓക്കെ, ക്ലിയർ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വന്നാലും നിങ്ങൾ തെറ്റിക്കാണ്ട് എഴുതുമല്ലോ. യെസ്. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് സ്ലോഗൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് സ്ലോഗൻ. സ്ലോഗനും ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോഗൻ. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് സ്ലോഗൻ എന്നാ തോന്നുന്നത്? ഇത് പ്ലാസ്റ്റിക് കുപ്പി, പ്ലാസ്റ്റിക് കവർ. അപ്പോൾ എന്തായിരിക്കും? പ്ലാസ്റ്റിക് നിരോധിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സ്ലോഗനാണ് അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്റ്റ് നാച്ചർ. അവോയ്ഡ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ്. എന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം? അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്റ്റ് നാച്ചർ. ഇനി ചിത്രം തന്നിട്ടാണ് എഴുതാൻ പറയുന്നതെങ്കിൽ കറക്റ്റായിട്ട് എഴുതാൻ പറ്റുമല്ലോ. അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്റ്റ് നേച്ചർ. ഇനി പ്ലാസ്റ്റിക്കിനെ കുറിച്ച്, പ്ലാസ്റ്റിക്കിൻ്റെ നിരോധനത്തെക്കുറിച്ച് ഒരു സ്ലോഗൻ തയ്യാറാക്കാൻ പറഞ്ഞാൽ എഴുതാൻ അറിയാലോ. അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്റ്റ് നേച്ചർ. അടുത്ത ചിത്രം നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഇവിടെ നോക്കിയേ. പേപ്പർ ആണോ? പേപ്പറൊക്കെ ഇങ്ങനെ കൊണ്ടിടുന്നത് അതുപോലെയുള്ളത് അതാണ്. ഓക്കെ, നമ്മളെന്താ ഒന്നും ഇങ്ങനെ ചപ്പ് ചവറുകൾ എറിയരുതെന്ന് നമ്മൾ പറയത്തില്ലേ? അത് തന്നെയാണ്. ഡോണ്ട് ലിറ്റർ. നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത് എന്താണ്? ഡോണ്ട് ലിറ്റർ. ഈ ചിത്രത്തിന് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഡോണ്ട്, ഡു നോട്ട്, അല്ലെങ്കിൽ ഡോണ്ട് ലിറ്റർ. ചപ്പ് ചവറുകൾ വലിച്ചെറിയരുത്. ഡോണ്ട് ലിറ്റർ. അടുത്ത് നമുക്ക് മൂന്നാമത്തെ ചിത്രം നോക്കാം. ചെടി നടുന്നു അല്ലേ? നമുക്ക് എന്തെഴുതാം? ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ. ഗ്രോ ഗ്രീൻ, പച്ചപ്പ് വളർത്തു, പച്ചപ്പാക്കൂ. ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ. ഇപ്പോൾ ചെടി നടുന്നതിനെ കുറിച്ച് നമുക്ക് എന്ത് സ്ലോഗൻ എഴുതാം? ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ. ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ. ലാസ്റ്റ് വൺ, വെള്ളം വേസ്റ്റ് ആക്കാൻ പാടില്ല. എങ്ങനെ എഴുതാം? സേവ് വാട്ടർ, സേവ് ലൈഫ്. സേവ് വാട്ടർ, സേവ് ലൈഫ്. നിങ്ങളതൊന്ന് കാണാതെ എഴുതി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നാളെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. സേവ് വാട്ടർ, സേവ് ലൈഫ്. ഈ 4 സ്ലോഗൻ ഒന്ന് പഠിച്ചിട്ട് പോവുക. വെള്ളം വേസ്റ്റ് ആക്കുന്നില്ല, അതിനെക്കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റും സ്ലോഗൻ സേവ് വാട്ടർ, സേവ് ലൈഫ്. ചപ്പു ചവറുകൾ വലിച്ചെറിയുന്ന അവിടെ നമുക്ക് വെക്കാൻ പറ്റും ഡോണ്ട് ലിറ്റർ. പ്ലാസ്റ്റിക് നിരോധനം, അതിനെന്താണ്? അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നേച്ചർ. പച്ചപ്പ് വളർത്തുക, ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? നിങ്ങൾ ഇത്രയും ഓർമ്മിച്ച് വെക്കുക. നാളത്തെ എക്സാമിന് പ്രയോജനപ്പെടട്ടെ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 3rd ടേമിൻ്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് December 29 തിങ്കളിനാണ്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും വൈകിട്ട് 1 hour ലൈവ് ക്ലാസ് ഉണ്ടാകും. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ട്യൂഷൻ നൽകുന്നുണ്ട്.
അഡ്മിഷൻ എടുക്കാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഇതിനു പുറമെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇപ്പോൾ 2 ബാച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വെക്കേഷനാണ്, ഏപ്രിൽ മെയ് വെക്കേഷനാണ്. മാർച്ചിൽ അതിനായിട്ട് അഡ്മിഷൻ എടുക്കാം. നേരത്തെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ, നിങ്ങളത് ഓർമ്മയിൽ വയ്ക്കുക. ഏത് അഡ്മിഷൻ ആയാലും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നതാണ്.